Hello friends, welcome to Come on Children. ഇത് Cinderella എന്ന ചാപ്റ്ററിന്റെ രണ്ടാമത്തെ ക്ലാസ് ആണ്. What did we learn in the last class? കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ എന്താ കണ്ടത്? Who was Cinderella? Yes, she was the daughter of a rich man. Cinderella അവളുടെ അച്ഛന്റെയും അമ്മയുടെയും കൂടെ സന്തോഷത്തോടെ ജീവിക്കുകയായിരുന്നു അല്ലേ? പക്ഷേ പിന്നീട് എന്തു പറ്റി? What happened to her? When her mother died, her father married again. The cruel stepmother and her proud daughters made Cinderella their servant and they began to torture her. സിൻഡ്രല്ലയുടെ ദുഷ്ടയായ രണ്ടാനമ്മയും അവരുടെ അഹങ്കാരികളായ മക്കളും ചേർന്ന് സിൻഡ്രല്ലയെ അവരുടെ വേലക്കാരിയാക്കിയല്ലേ? എങ്ങനെയാണ് സിൻഡ്രല്ല ഈ കഷ്ടപ്പാടിൽ നിന്ന് രക്ഷപ്പെടുക? ആരാണ് അവളെ രക്ഷിക്കുക? തുടർന്നുള്ള ഭാഗം നോക്കാം. 6ാം ക്ലാസ്സിലെ മറ്റെല്ലാ യൂണിറ്റുകളുടെ ക്ലാസ്സുകളും ഈ ചാനലിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. ചാനലിന്റെ ഹോം പേജിൽ നോക്കിയാൽ പ്ലേലിസ്റ്റിൽ നിങ്ങൾക്ക് എല്ലാ വീഡിയോകളും കാണാവുന്നതാണ്. 6ാം ക്ലാസ്സിന്റെ പ്ലേലിസ്റ്റിന്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം. സ്റ്റിൽ വി റൈസ് എന്ന ഈ യൂണിറ്റിലെ മറ്റ് ക്ലാസ്സുകളുടെ ലിങ്കുകളും ഡിസ്ക്രിപ്ഷനിൽ കാണാം. 43ാമത്തെ പേജ് നോക്കൂ. ദ മാജിക് ബിഗിൻസ്. സിൻഡ്രല്ലയുടെ ജീവിതത്തിൽ ഒരു അത്ഭുതം സംഭവിക്കുകയാണ്. എന്താണ് എന്ന് നോക്കാം. One day, the young prince of the land invited all the young girls of the kingdom to the ball, planning to choose his princess from amongst them. Cinderella's sisters were delighted on hearing this invitation. They selected the best gowns, they dressed their hairs, but they were not taking Cinderella with them. ഇത്രയും ഭാഗം വിശദീകരിച്ചതിന് ശേഷം ബാക്കി നോക്കാം. One day, the young prince of the land invited all the young girls of the kingdom to a ball, planning to choose his princess from amongst them. കൂട്ടുകാരെ, സിൻഡ്രല്ലയുടെ ജീവിതത്തിൽ ഒരു പ്രധാനപ്പെട്ട സംഭവം നടക്കാൻ പോവാണ്. എന്താണെന്ന് നോക്കാം. The young prince of their country was going to get married. സിൻഡ്രല്ലയുടെ രാജ്യത്തെ രാജകുമാരൻ വിവാഹിതനാവാൻ പോവാണ്. In order to choose his princess, he arranged a party, a ball in the palace and invited all the young girls in the country. തൻ്റെ വധുവിനെ കണ്ടെത്താനായി രാജകുമാരിയെ തെരഞ്ഞെടുക്കുന്നതിന് വേണ്ടി രാജകുമാരൻ എന്ത് ചെയ്തു? അദ്ദേഹത്തിൻ്റെ കൊട്ടാരത്തിൽ ഒരു പാർട്ടി സംഘടിപ്പിക്കുകയാണ്. ഒരു നൃത്തം അറേഞ്ച് ചെയ്യുന്നു. നൃത്തത്തിൽ പങ്കെടുക്കാനായി രാജ്യത്തെ എല്ലാ പെൺകുട്ടികളെയും ക്ഷണിക്കുന്നു. Cinderella's sisters were delighted on hearing this invitation. On hearing the prince's invitation, Cinderella's stepsisters became very happy. If one of them was selected, she would become the princess. രാജകുമാരന്റെ ക്ഷണം അറിഞ്ഞതോടെ സിൻഡ്രല്ലയുടെ സഹോദരിമാർക്ക് വലിയ സന്തോഷമായി. അവരിൽ ഒരാളെ തെരഞ്ഞെടുത്താൽ പിന്നെ അത് ആരാണ്? പ്രിൻസസ് ആണല്ലേ. രാജകുമാരിയായി ഇനിയുള്ള കാലം മുഴുവനും സുഖമായി ജീവിക്കാം. They selected the best gowns, they dressed their hairs. അവർക്ക് ഉള്ളതിൽ വെച്ച് ഏറ്റവും മുന്തിയ ഏറ്റവും ഭംഗിയുള്ള ഗൗണുകൾ, നീളമുള്ള ഉടുപ്പുകൾ തിരഞ്ഞെടുത്തു. അവരുടെ മുടിയെല്ലാം നല്ല ഭംഗിയായി കെട്ടിവെച്ചു. But they were not taking Cinderella with them. The stepsisters were going to the ball, but they were not ready to take Cinderella with them. സ്റ്റെപ്സിസ്റ്റേഴ്സ് രാജകുമാരൻ്റെ വിരുന്നിന് പോവുകയാണ്. പക്ഷേ അവർ സിൻഡ്രല്ലയെ അവരോടൊപ്പം കൊണ്ടുപോകാൻ തയ്യാറായില്ല. അവരെന്താണ് അതിനെക്കുറിച്ച് സിൻഡ്രല്ലയോട് പറയുന്നത്? You can go when beggars hold a ball, they told her. Comb our hair, brush our shoes, and make our buckles fast. We are going to the prince's ball. When she heard this, Cinderella could not help crying, for she too liked to go to the party. അവർ സിൻഡ്രല്ലയോട് പറയാണ്, യു ക്യാൻ ഗോ വെൻ ബെഗേഴ്സ് ഹോൾഡ് എ ബോൾ. സിൻഡ്രല്ലയുടെ അഹങ്കാരികളായ സ്റ്റെപ്പ് സിസ്റ്റേഴ്സ് അവളെ പരിഹസിക്കുകയാണ്. സിൻഡ്രല്ല, യു ക്യാൻ ഗോ ടു ദ ബെഗേഴ്സ് പാർട്ടി. വെൻ ബെഗേഴ്സ് അറേഞ്ച് എ ബോൾ, യു ക്യാൻ ഗോ ഫോർ ഇറ്റ്. വല്ല പിച്ചക്കാരും നൃത്ത പരിപാടി നടത്തുമ്പോൾ നിനക്ക് അതിന് പോവാം എന്നാണ് അവളോട് പറയുന്നത്. കോം our hair, brush our shoes and make our buckles fast. We are going to the prince's ball. Children, what did Cinderella's stepsisters tell her? They ordered her to help them dress up to go to the ball. സ്റ്റെപ്സിസ്റ്റേഴ്സ് പ്രിൻസിന്റെ നൃത്ത പരിപാടിക്ക് പോകാൻ വേണ്ടി ഒരുങ്ങുകയാണ്. അതിനുവേണ്ടി ഭംഗിയായി ഒരുങ്ങാൻ തങ്ങളെ സഹായിക്കാനാണ് അവർ സിൻഡ്രല്ലയോട് ആജ്ഞാപിക്കുന്നത്. എന്തൊക്കെയാണ് അവർ പറയുന്നത്? കോം our hair, ഞങ്ങളുടെ മുടി ചീകൂ. ബ്രഷ് our shoes,
ഞങ്ങളുടെ ഷൂസ് എല്ലാം ബ്രഷ് ചെയ്ത് വൃത്തിയാക്കി വെക്കേ. മേക്ക് അവർ ബക്കിൾസ് ഫാസ്റ്റ്. ഞങ്ങളുടെ ഉടുപ്പിൻ്റെ കൊളുത്തുകളിടൂ. വി ആർ ഗോയിങ് ടു ദ പ്രിൻസ് ബോൾ. ഞങ്ങൾ പ്രിൻസിന്റെ നൃത്തപരിപാടിക്ക് പോവുകയാണ്. ഇതൊക്കെ കേട്ടപ്പോൾ സിൻഡ്രല്ലയ്ക്ക് എന്ത് തോന്നിയിട്ടുണ്ടാവും? വലിയ വിഷമമായിട്ടുണ്ടാവും അല്ലേ? ആ നാട്ടിലെ എല്ലാ പെൺകുട്ടികളും നൃത്തത്തിന് പോകുന്നുണ്ട്, അവൾക്കും പോകാൻ ആഗ്രഹം ഉണ്ടാവില്ലേ? When she heard this, Cinderella could not help crying, for she too liked to go to the party. ഇത് കേട്ടപ്പോൾ സിൻഡ്രല്ലയ്ക്ക് കരയാതിരിക്കാൻ കഴിഞ്ഞില്ല, കാരണം അവളും പാർട്ടിക്ക് പോവാൻ അതിയായി ആഗ്രഹിച്ചിരുന്നു. അവളിനി എന്ത് ചെയ്യും? നമുക്ക് ബാക്കി ഭാഗം വായിച്ചു നോക്കാം. She begged her stepmother to take her along. What, you Cinderella, in all your dust and dirt, you want to go to the ball? You have no dress and no shoes. You want to dance? She turned her back to Cinderella and hurriedly set out with her two proud daughters. When Cinderella lost sight of them, she felt very sad. She started crying. Tears rolled down her cheeks. She thought of her own mother. If my mother had been alive, she would have sent me to the ball. Children, Cinderella's stepmother was very unkind. Even though she begged, they didn't take her along. സിൻഡ്രല്ലയുടെ രണ്ടാനമ്മയ്ക്ക് ഒട്ടും ദയയില്ലായിരുന്നു. അവളെ കൂടി കൊണ്ടുപോവാൻ അവൾ അപേക്ഷിച്ചെങ്കിലും യാചിച്ചെങ്കിലും അവരതിന് തയ്യാറായില്ല. She begged her stepmother to take her along, but she was not ready for that. അവരോടൊപ്പം അവളെ കൊണ്ടുപോകുന്നതിന് പകരം സിൻഡ്രല്ലയുടെ രണ്ടാനമ്മ അവളെ വഴക്ക് പറയാനും പരിഹസിക്കാനും തുടങ്ങി. എന്തൊക്കെയാണ് അവർ പറയുന്നത്? What, you Cinderella, in all your dust and dirt, you want to go to the ball? എന്താണ് സിൻഡ്രല്ല, ഈ പൊടിയും അഴുക്കും പിടിച്ച് നിനക്ക് നൃത്തപരിപാടിക്ക് പോകണമെന്നോ? You have no dress, no shoes, you want to dance? നിനക്ക് നല്ല ഉടുപ്പുകളോ നല്ല ഷൂസോ ഒന്നുമില്ല, എന്നിട്ട് നിനക്ക് നൃത്തം ചെയ്യണമല്ലേ? She turned her back to Cinderella and hurriedly set out with her two proud daughters. What did they do then? അവര് എന്നിട്ട് എന്താ ചെയ്തത്? She ignored Cinderella's tears and went out quickly with her proud daughters. അവളുടെ സങ്കടം കണ്ടില്ലെന്ന് നടിച്ച് അവളെ അവഗണിച്ചുകൊണ്ട് അവരുടെ രണ്ട് അഹങ്കാരികളായ മക്കളോടൊപ്പം ധൃതിയിൽ പുറത്തിറങ്ങിപ്പോയി. When Cinderella lost sight of them, she felt very sad. അവർ കണ്ണിൽ നിന്ന് പറഞ്ഞപ്പോൾ സിൻഡ്രല്ലയ്ക്ക് വല്ലാത്ത വിഷമം തോന്നി. She started crying. അവൾ കരയാൻ തുടങ്ങി. Tears rolled down her cheeks. അവളുടെ കവിളിലൂടെ കണ്ണീരൊഴുകി. She thought of her own mother. അവൾ തൻ്റെ സ്വന്തം അമ്മയെ ഓർത്തു. If my mother had been alive, she would have sent me to the ball. എൻ്റെ അമ്മ ജീവിച്ചിരുന്നെങ്കിൽ അവരെന്നെ നൃത്തം ചെയ്യാൻ പറഞ്ഞയക്കുമായിരുന്നു. അവൾ കണ്ണീരോടെ അമ്മയെക്കുറിച്ച് ഓർത്ത് അങ്ങനെ നിന്നു. പാവല്ലേ സിൻഡ്രല്ല, അവളിനി എങ്ങനെയാ നൃത്തത്തിന് പോവാ? സിൻഡ്രല്ല അവളുടെ അമ്മ പറഞ്ഞതെല്ലാം അനുസരിച്ച് നല്ല കുട്ടിയായി ദൈവഭക്തിയോടെയല്ലേ ജീവിക്കുന്നത്. അങ്ങനെയുള്ളവരെ ദൈവം ഒരിക്കലും കൈവിടില്ല. അവളുടെ സഹായത്തിനായി ഒരാൾ വരുന്നുണ്ട്. ആരാണെന്ന് നോക്കാം. Suddenly she heard a voice. You will certainly go to the ball. I am your fairy godmother. Cinderella turned around. She saw a fairy standing in front of her. I am the queen of fairies, she said. I will send you to the ball. Children, who came for Cinderella's help? Yes, a fairy. ഒരു മാലാഖയാണ് സിൻഡ്രല്ലയെ സഹായിക്കാൻ വന്നിരിക്കുന്നത് അല്ലേ? When Cinderella's stepmother and her daughters left home, she began to cry. Suddenly, she heard a voice. രണ്ടാനമ്മയും അവരുടെ മക്കളും വീട്ടിൽ നിന്ന് ഇറങ്ങിയപ്പോൾ സിൻഡ്രല്ല കരയാൻ തുടങ്ങിയല്ലേ? പെട്ടെന്ന് അവളൊരു ശബ്ദം കേട്ടു. എന്തായിരുന്നു അത്? You will certainly go to the ball. I am your fairy godmother. നീ തീർച്ചയായും നൃത്തത്തിന് പോകും. ഞാനൊരു മാലാഖയാണ്. ഞാൻ നിന്റെ ഭാഗ്യദേവതയാണ്. സിൻഡ്രല്ല turned around. സിൻഡ്രല്ല ചുറ്റും നോക്കി. She saw a fairy standing in front of her. Whom did she see? അവൾ ആരെയാ കണ്ടത്? Yes, a fairy was standing in front of her. അവളുടെ മുന്നിൽ ഒരു മാലാഖ നിൽക്കുന്നുണ്ടായിരുന്നു. I am the queen of fairies, she said. ഞാൻ മാലാഖമാരുടെ രാജ്ഞിയാണ്. I will send you to the ball. ഞാൻ നിന്നെ നൃത്തത്തിന് അയക്കാം. Well, said her godmother, be a good girl
and I will contrive that you shall go. The fairy godmother is consoling Cinderella. Don't cry, my dear. Be a good girl. I will find a way to send you to the ball. ഫെയറി ഗോഡ് മദർ സിൻഡ്രലയെ ആശ്വസിപ്പിക്കുകയാണ്. നീ കരയാതെ നല്ല കുട്ടിയായിരിക്കെ. നിന്നെ നൃത്തത്തിനയക്കാൻ ഞാനൊരു ഉപായം കണ്ടെത്തട്ടെ. ഞാനതൊന്ന് ആസൂത്രണം ചെയ്യട്ടെ. She went with Cinderella into her chamber and told her, run into the garden and bring me a pumpkin. ഫെയറി ഗോഡ് മദർ സിൻഡ്രലയെ അവളുടെ റൂമിലേക്ക്, അവളുടെ ചേംബറിലേക്ക് കൂട്ടിക്കൊണ്ടുപോയി. എന്നിട്ട് എന്ത് പറഞ്ഞു? റൺ ഇൻ ടു ദ ഗാർഡൻ ആൻഡ് ബ്രിങ് മീ എ പംകിൻ. സിൻഡ്രല, നീ വേഗം തോട്ടത്തിൽ പോയി എനിക്കൊരു മത്തങ്ങ കൊണ്ടുവരൂ. സിൻഡ്രല went immediately to gather the finest pumpkin she could get and brought it to her godmother. When the fairy godmother told Cinderella to get her a pumpkin, Cinderella ran to the garden and she selected the finest pumpkin. ഫെയറി ഗോഡ് മദർ മത്തങ്ങ കൊണ്ടുവരാൻ പറഞ്ഞപ്പോൾ സിൻഡ്രല്ല എന്ത് ചെയ്തു? അവൾ വേഗം തോട്ടത്തിലേക്ക് ഓടി. എന്നിട്ട് അവിടെയുള്ളതിൽ വെച്ച് ഏറ്റവും നല്ല മത്തൻ എടുത്തുകൊണ്ട് വന്ന് ഫെയറി ഗോഡ് മദറിന് കൊടുത്തു. She could not imagine how this pumpkin could help her go to the ball. The fairy waved a magic wand over the pumpkin. Cinderella wondered how the pumpkin would help her to go to the ball. നൃത്തത്തിന് പോകാൻ ഈ മത്തൻ എങ്ങനെ ഉപകരിക്കുമെന്ന് സിൻഡ്രല്ലയ്ക്ക് മനസ്സിലായതേയില്ല. അവൾക്ക് അതിനെക്കുറിച്ച് ഒന്നും സങ്കല്പിക്കാനേ കഴിഞ്ഞില്ല. അപ്പോൾ ഫെയറി എന്താ ചെയ്തേ? യെസ്, ഷീ ഹാഡ് മാജിക്കൽ പവേഴ്സ്. മാലാഖയ്ക്ക് മാന്ത്രിക ശക്തി ഉണ്ടായിരുന്നു അല്ലേ? വാട്ട് ഡിഡ് ഷീ ഡു? ഷീ വേവ്ഡ് എ മാജിക് വാൻഡ് ഓവർ ദ പംകിൻ. മത്തങ്ങയുടെ മേലെ അവർ ഒരു മാന്ത്രിക വടി വീശി. വാട്ട് ഡിഡ് ഹാപ്പൻ ദെൻ? അപ്പോൾ എന്താ സംഭവിച്ചത്? Suddenly the pumpkin changed into a red couch. അതൊരു ചുവന്ന കുതിരവണ്ടിയായി മാറി. Then the fairy said, you will travel in this coach to the palace. മാലാഖ പറയാണ്, സിൻഡ്രല്ല, നീ ഈ കുതിരവണ്ടിയിലാണ് കൊട്ടാരത്തിലേക്ക് പോകുന്നത്. Now the couch is ready for Cinderella to go to the palace. ഇനി എന്താ വേണ്ടത്? But we must have horses to draw it. ആ വണ്ടി വലിക്കാൻ കുതിരകൾ വേണം അല്ലേ? There is a mouse trap in the backyard of your house. Bring it to me. മാലാഖ സിൻഡ്രലയോട് അവളുടെ വീടിന്റെ പിൻവശത്തായുള്ള മുറ്റത്ത് ഒരു എലിക്കണിയുണ്ട്, അത് എടുത്തുകൊണ്ട് വാ എന്ന് പറയുന്നു. എന്തിനായിരിക്കും എലിക്കണി? What will be her plan? What is she going to do with that? Let's see. Cinderella went out and brought the mouse trap. സിൻഡ്രല്ല വേഗം പുറത്തുപോയി എലിക്കണി എടുത്തുകൊണ്ട് വന്നു. There were 6 mice in it. അതിലെന്താ ഉണ്ടായിരുന്നത്? യെസ്, 6 mice. 6 എലികളാണ് അതിലുണ്ടായിരുന്നത്. What did the fairy do then? എന്നിട്ട് ഫെയറി എന്താ ചെയ്തത്? The fairy waved the magic wand over it and all the mice were turned into 6 white horses. ഫെയറി അതിനു മുകളിലൂടെ തൻ്റെ മാന്ത്രിക വടി വീശി. അപ്പോഴെന്ത് സംഭവിച്ചു? the mice were turned into 6 white horses. 6 എലികളും 6 വെള്ള കുതിരകളായി മാറി. അടുത്ത പാരഗ്രാഫ് ശ്രദ്ധിക്കൂ. Looking at the couch and the horses, the fairy said, now we have a couch to travel in and 6 horses to draw it, but we haven't any footman. ചുവന്ന കുതിരവണ്ടിയും നിരന്നു നിൽക്കുന്ന ഭംഗിയുള്ള വെള്ള കുതിരകളെയും ഒക്കെ നോക്കിയിട്ട് ഫെയറി പറഞ്ഞു, സിൻഡ്രല്ല, now we have a good couch to travel in and 6 horses to draw it, but we don't have any footman. നമുക്കിപ്പോൾ ഭംഗിയുള്ള കുതിരവണ്ടിയും അത് വലിക്കാനുള്ള 6 കുതിരകളും ഒക്കെ ഉണ്ട്, പക്ഷേ നമുക്ക് പരിചാരകരൊന്നുമില്ലല്ലോ. ഇനി എന്തിനെ പിടിച്ചാണാവോ അവർ പരിചാരകരാക്കി മാറ്റുന്നത്? നമുക്ക് നോക്കാം. Go again into the garden and you will find 6 lizards behind the watering pot. Bring them. Children, the fairy is going to change lizards into footmen. പല്ലികളെയാണ് അവർ പരിചാരകരാക്കി മാറ്റാൻ പോകുന്നത്. The fairy told Cinderella to bring lizards hiding behind the watering pot in the garden. തോട്ടത്തിൽ നനയ്ക്കാനായി വെള്ളമെടുക്കുന്ന പാത്രത്തിന് പിന്നിൽ 6 പല്ലികളുണ്ട്. അവയെ പിടിച്ചുകൊണ്ടുവരാൻ ഫെയറി സിൻഡ്രലയോട് പറഞ്ഞു.
When Cinderella brought the lizards, the fairy changed them into footmen. സിൻഡ്രല്ല പല്ലികളെ പിടിച്ചുകൊണ്ട് വന്നപ്പോൾ ഫെയറി മാന്ത്രിക വെടി വീശി അവയെല്ലാം ഫുട്മെൻ ആക്കി മാറ്റി. ദ ഫുട്മാൻ ബൗഡ് അറ്റ് ഹെർ. പരിചാരകര് വളരെ ആദരവോടുകൂടി സിൻഡ്രല്ലയ്ക്ക് മുന്നിൽ തല കുനിച്ചു നിന്നു. എന്തിനാണത്? അവളിപ്പോ അവരുടെ യജമാനത്തിയാണല്ലേ. അവൾ എന്ത് പറഞ്ഞാലും അവർ കേൾക്കാൻ തയ്യാറാണ്. അതിനു വേണ്ടിയാണ് അവർ തല കുനിച്ചു നിന്നത്. ദേ വോർ ബ്ലൂ ആൻഡ് യെല്ലോ ക്ലോത്ത്സ്. അവരുടെ വസ്ത്രം എന്തായിരുന്നു? അവർക്ക് യൂണിഫോം ഒക്കെ ഉണ്ടല്ലേ. അവർ നീലയും മഞ്ഞയും വസ്ത്രമാണ് ധരിച്ചിരുന്നത്. സിൻഡ്രല്ല വാസ് വെരി ഹാപ്പി ടു സീ ദം. അവരെ കണ്ടപ്പോൾ സിൻഡ്രല്ലയ്ക്ക് വലിയ സന്തോഷമായി. ബട്ട് ഷീ ബിക്കെയിം സാഡ് വെൻ ഷീ ലുക്ക്ഡ് അറ്റ് ഹെർ ക്ലോത്ത്സ്. ബട്ട് ഐ കനോട്ട് ഗോ ഇൻ ദീസ് റാഗ്സ്, ഷീ സെഡ്. Cinderella's footmen were in good beautiful clothes, but what about her? സിൻഡ്രല്ലയുടെ പരിചാരകരൊക്കെ നല്ല ഭംഗിയുള്ള വസ്ത്രം ധരിച്ചിട്ടുണ്ട്. പക്ഷെ അവളുടെ സ്ഥിതി എന്താ? യെസ്, ഷീ ഈസ് വെയറിംഗ് ഓൾഡ് ടോൺ ക്ലോത്ത്സ്. അവൾ വളരെ പഴകി കീറിയ വസ്ത്രമാണ് ധരിച്ചിരിക്കുന്നതല്ലേ. ഫെയറി ഗോഡ് മദർ, ഐ കാൺറ്റ് ഗോ ഇൻ ദീസ് റാഗ്സ്. എനിക്ക് ഈ കീറി പറഞ്ഞ വസ്ത്രവും ഇട്ട് പോവാൻ കഴിയില്ലല്ലോ, അവൾ ഫെയറി ഗോഡ് മദറിനോട് പറഞ്ഞു. Now let's read the next paragraph. I will give you wonderful clothes, the fairy said. ഇത് കേട്ട് മാലാഖ പറഞ്ഞു, ഞാൻ നിനക്ക് നല്ല മനോഹരമായ വസ്ത്രങ്ങൾ തരാം. The fairy touched Cinderella with her magic wand. മാലാഖ എന്താ ചെയ്തത്? മാന്ത്രിക വടി കൊണ്ട് സിൻഡ്രല്ലയെ തൊട്ടു. Her rags changed into beautiful clothes of silk and gold. അതോടെ അവളുടെ കീറി പറഞ്ഞ വസ്ത്രങ്ങളെല്ലാം പട്ടുനൂലുകൊണ്ടും സ്വർണം കൊണ്ടും നെയ്ത മനോഹരമായ വസ്ത്രമായി മാറി. There were diamonds in her hair and she wore 2 pretty glass shoes. അവളുടെ മുടി ഡയമണ്ട് കൊണ്ട്, വൈരക്കല്ലുകൾ കൊണ്ട് അലങ്കരിച്ചിരുന്നു. മാത്രമല്ല അവൾ നല്ല ഭംഗിയുള്ള ഗ്ലാസ് ഷൂസും ധരിച്ചിരുന്നു. Then the fairy said, "You can go to the ball now, but remember, the magic ends at 12 o'clock. You must return home before that time." ഇങ്ങനെയെല്ലാം സിൻഡ്രല്ലയെ ഒരുക്കിയിട്ട് ഫെയറി പറഞ്ഞു, സിൻഡ്രല്ല, നീ ഇപ്പോൾ നല്ല സുന്ദരിയായിട്ടുണ്ട്, നിനക്കിപ്പോൾ നൃത്തത്തിന് പോകാം. പക്ഷേ ഒരു കാര്യം ഓർക്കണം, ദ മാജിക് എൻഡ്സ് അറ്റ് 12 o'clock. 12 മണിയാകുന്നതോടെ ഈ മാജിക് തീർന്നു പോവും, അതിൻ്റെ ശക്തി ഇല്ലാതാവും. യു മസ്റ്റ് റിട്ടേൺ ഹോം ബിഫോർ ദാറ്റ് ടൈം. ആ സമയത്തിന് മുൻപ് നീ വീട്ടിൽ മടങ്ങിയെത്തിയിരിക്കണം. സിൻഡ്രല്ല നൃത്തത്തിന് പോകുന്നതും അവിടെ നടക്കുന്ന സംഭവങ്ങളുമെല്ലാം നമുക്ക് അടുത്ത ക്ലാസ്സിൽ പഠിക്കാം. ഇന്ന് പഠിച്ച ഭാഗത്ത് വരുന്ന 4 ചോദ്യങ്ങളുടെ ഉത്തരങ്ങളാണ് ഇനി നമ്മൾ ചർച്ച ചെയ്യുന്നത്. ഫസ്റ്റ് ക്വസ്റ്റ്യൻ, യു ക്യാൻ ഗോ വെൻ beggars hold a ball. What would be the feelings of Cinderella to this comment? ഭിക്ഷക്കാര് നൃത്ത പരിപാടി നടത്തുമ്പോൾ നിനക്ക് അതിന് പോകാം. സിൻഡ്രല്ലയുടെ സ്റ്റെപ്പ് സിസ്റ്റേഴ്സ് ആണ് അവളോട് ഇങ്ങനെ പറയുന്നതല്ലേ. ഇത് കേട്ടപ്പോൾ അവൾക്ക് എന്ത് തോന്നിയിട്ടുണ്ടാവും? അവരുടെ പരിഹാസം കേട്ട് അവൾക്ക് നല്ല വിഷമമായിട്ടുണ്ടാവും. ഇത് കേട്ട് അവൾ കരഞ്ഞില്ലേ? When they told her so, Cinderella became very sad. അവളോട് അങ്ങനെ പറഞ്ഞപ്പോൾ അവൾക്ക് വലിയ വിഷമം തോന്നി. She could not help crying. അവൾക്ക് കരയാതിരിക്കാനായില്ല. Then she might have thought of her mother's love. ആ സമയത്ത് സിൻഡ്രല്ല അവളുടെ അമ്മയുടെ സ്നേഹത്തെക്കുറിച്ച് ചിന്തിച്ചിട്ടുണ്ടാകും. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ഇഫ് മൈ മദർ ഹാഡ് ബീൻ അലൈവ് ഷീ വുഡ് ഹാവ് സെൻഡ് മീ ടു ദ ബോൾ. വൈ ഡസ് സിൻഡ്രല്ല തിങ്ക് സോ? എൻ്റെ അമ്മ ജീവിച്ചിരുന്നെങ്കിൽ എന്നെ നൃത്തത്തിന് അയക്കുമായിരുന്നു. സിൻഡ്രല്ല ഇങ്ങനെ ചിന്തിക്കാൻ എന്താണ് കാരണം? രണ്ടാനമ്മയും മക്കളും സിൻഡ്രല്ലയെ ഒട്ടും സ്നേഹിച്ചിരുന്നില്ല അല്ലേ? അവളോട് വളരെ ക്രൂരമായാണ് പെരുമാറിയിരുന്നത്. സ്വന്തം അമ്മയായിരുന്നെങ്കിലോ? സിൻഡ്രല്ലയെ ഒരിക്കലും വിഷമിപ്പിക്കുമായിരുന്നില്ല അല്ലേ? അവളുടെ ആഗ്രഹങ്ങളൊക്കെ സാധിച്ചു കൊടുക്കുമായിരുന്നു. സിൻഡ്രല്ല thought so because her stepmother and stepsisters didn't take her with them to the ball. സ്വന്തം അമ്മയുണ്ടായിരുന്നെങ്കിൽ തന്നെ നൃത്തത്തിന് വിടുമായിരുന്നു എന്ന് സിൻഡ്രല്ല വിചാരിച്ചു. കാരണം അവളുടെ സ്റ്റെപ്പ് സിസ്റ്റേഴ്സും സ്റ്റെപ്പ് മദറും അവളെ നൃത്തത്തിന് കൊണ്ടുപോയില്ല. Their cruel behavior hurt her badly. അവരുടെ ക്രൂരമായ പെരുമാറ്റം അവളെ വല്ലാതെ വേദനിപ്പിച്ചു. If her mother had been alive, she would have helped Cinderella to fulfill all her wishes. അവളുടെ അമ്മ ജീവിച്ചിരുന്നെങ്കിൽ അവളുടെ എല്ലാ ആഗ്രഹങ്ങളും സാധിക്കാൻ അവർ സഹായിക്കുമായിരുന്നു.
കൂട്ടുകാരെ, എന്നാൽ എല്ലാ സ്റ്റെപ്പ് മദേഴ്സും ഇങ്ങനെയാണോ? അല്ല അല്ലേ? സ്നേഹമുള്ള ധാരാളം ആളുകളുണ്ട്. അപ്പോൾ നമുക്ക് അടുത്ത ചോദ്യം നോക്കാം. വാട്ട് ചേഞ്ചസ് occurred to the following things? Pumpkin, mice, lizards and rags. ഫെയറി മാന്ത്രിക വെടി വീശിയപ്പോൾ പംകിനും മൈസും ലിസാർഡ്സും റാഗ്സും എല്ലാം എന്തായിട്ടാണ് മാറിയത്? പംകിൻ ചേഞ്ച്ഡ് ഇൻടു കൗച്ച്. പംകിൻ കുതിരവണ്ടിയായി മാറി. മൈസ് ചേഞ്ച്ഡ് ഇൻടു 6 white horses. എലികളോ? 6 വെള്ള കുതിരകളായി മാറി. ലിസാർഡ്സ് ചേഞ്ച്ഡ് ഇൻടു ഫുട്മെൻ. പല്ലികൾ എന്തായി മാറി? പരിചാരകരായി മാറി. റാഗ്സ് ചേഞ്ച്ഡ് ഇൻടു ബ്യൂട്ടിഫുൾ ക്ലോത്ത്സ് ഓഫ് സിൽക്ക് ആൻഡ് ഗോൾഡ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. What will happen to Cinderella if she cannot return home before 12 o'clock? 12 മണിക്ക് മുൻപ് വീട്ടിൽ തിരിച്ചെത്തിയില്ലെങ്കിൽ സിൻഡ്രല്ലയ്ക്ക് എന്ത് സംഭവിക്കും? 12 മണിയോടെ മാജിക് അവസാനിക്കും അല്ലേ? എല്ലാം പഴയതുപോലെയാവും. The magic would end at 12 o'clock. 12 മണിയോടെ മാജിക് അവസാനിക്കുമായിരുന്നു. If she could not return home before that time, she would lose all her decorations. ആ സമയത്തിന് മുൻപ് അവൾക്ക് വീട്ടിൽ തിരിച്ചെത്താൻ കഴിഞ്ഞില്ലെങ്കിൽ അവളുടെ എല്ലാ ചമയങ്ങളും നഷ്ടപ്പെട്ടു പോകും. The couch, the horses, the footman and her beautiful dress, everything would turn back to what they were before. കുതിരവണ്ടിയും കുതിരകളും പരിചാരകരും അവളുടെ ഭംഗിയുള്ള വസ്ത്രങ്ങളും എല്ലാം മുൻപ് എന്തായിരുന്നോ അതായി മാറും. കൂട്ടുകാരെ, ഈ യൂണിറ്റിലെയും മറ്റെല്ലാ യൂണിറ്റുകളിലെയും എല്ലാ പാഠങ്ങളുടെയും ക്ലാസ്സുകൾ നമ്മുടെ ചാനലിൻ്റെ ഹോം പേജിൽ 6ാം ക്ലാസ്സിൻ്റെ പ്ലേലിസ്റ്റിലുണ്ട്. ആ പ്ലേലിസ്റ്റിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം. ഈ ക്ലാസ് നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും കൂട്ടുകാർക്ക് ഷെയർ ചെയ്യാനും മറക്കരുത്. കൂടുതൽ ക്ലാസ്സുകൾ കാണുന്നതിനായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ. മീറ്റ് യു ഇൻ ദ നെക്സ്റ്റ് ക്ലാസ്. ഗുഡ് ബൈ.